ബ്രോ, യെസ് ബ്രോ, വി ക്യാൻ ഇംപ്രൂവ് എയറോഡൈനാമിക്സ് വിത്ത് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ബ്രോ. ബ്രോ, ഇപ്പോൾ താങ്കൾ പറഞ്ഞ ആ ഒരു പർട്ടിക്കുലർ പോയിന്റ് അതൊരു പരിധി വരെ ശരിയാണ്. കറക്റ്റായിട്ട് അതിൻ്റെ എഞ്ചിനീയറിംഗ് ഒക്കെ അറിയാവുന്ന ഒരാൾ മോഡിഫൈ ചെയ്താൽ അതിൻ്റെ സ്റ്റെബിലിറ്റി മൈലേജ് ഒക്കെ ഇമ്പ്രൂവ് ആകുകയുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ കൂടുതലും ലുക്സിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് വെഹിക്കിൾസ് മോഡിഫൈ ചെയ്ത് കണ്ടിട്ടുള്ളത്. ലുക്സ് പോലെ തന്നെ പെർഫോമൻസും ഫിസിക്സും അത് വേറൊരു കാറ്റഗറി തന്നെയാണ്. ഇപ്പോൾ ബ്രോ ഒരു 14 ലക്ഷത്തിൽ താഴെ ഒരു വെഹിക്കിൾ വാങ്ങിച്ചു ഓൺ റോഡ്, അപ്പോൾ അതിൻ്റെ ടോപ്പ് സ്പീഡ് എത്രയായിരിക്കും? ഒരു മാക്സിമം 210 ബ്രോ. 210 കിലോമീറ്റർ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന ഒരു വണ്ടീൻ്റെ എൻറ്റയർ ബോഡി ഡിസൈൻ ചെയ്തേക്കുന്നത് 210 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാലും സ്റ്റെബിലിറ്റിക്ക് ഒരു ചേഞ്ചും വരാത്ത രീതിയിൽ, അതുപോലെ സേഫായിട്ട് ആ ഒരു സ്പീഡിൽ തന്നെ നമുക്ക് ക്രൂസ് ചെയ്ത് പോകുന്ന ഒരു കണ്ടീഷനിലാണ് അത് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പുറമേന്ന് എക്സ്ട്രാ വർക്ക്സ് എടുത്തു കഴിഞ്ഞാൽ, ഇല്ലെങ്കിൽ അഡീഷണൽ എന്തെങ്കിലും അറ്റാച്ച്മെൻറ്റ്സ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിന് തന്നെ ഒരു റിസ്ക് എടുക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു വെഹിക്കിൾ ഡിസൈൻ ചെയ്ത എഞ്ചിനീയർ അല്ല, അത് പുറമേ നിന്ന് നമ്മൾ വേറെ ചെയ്യുമ്പോൾ വേറൊരു എഞ്ചിനീയർ ആയിരിക്കും ചെയ്യുക. ചിലപ്പോൾ അത് ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്, ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് ഫ്ലോപ്പ് ആവാനും ചാൻസ് ഉണ്ട്. യെസ് യെസ്. ബൈ ദ വേ, നൈസ് ഹുഡി. നാസ എനിക്ക് ഇഷ്ടമായി. ഓ, താങ്ക്സ്. നൈസ്. ഈ ബ്രോയുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.